നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 1, 2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ജനുവരി 31 രാത്രി 8:01 PM മുതൽ ഫെബ്രുവരി 2 രാത്രി 10:47 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യ നിറങ്ങൾ പറയാം. ഈ ദിവസങ്ങളിൽ ഫെബ്രുവരി 1 ഞായർ ചുവപ്പ്, ഫെബ്രുവരി 2 തിങ്കൾ നീല അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. ഫെബ്രുവരി 1, 2, 2026 ഈ ദിവസം ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4 അത് ഈ ഫെബ്രുവരി മാസം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറി കളിക്കാനുള്ള സാധ്യതയുണ്ട്. 4 ഫെബ്രുവരി മാസവുമായിട്ട് ബന്ധപ്പെട്ട് 2ഉം 4ഉം എപ്പോഴും പ്രാധാന്യമുള്ള നമ്പറുകൾ തന്നെയാണ്. 1, 2, 2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 9, 8, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2, 2, 2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. എങ്കിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ 2 കിടന്ന് ഒരുപാട് ആവർത്തിക്കുന്നു ആ തീയതിയിൽ. അപ്പോൾ 2 തീർച്ചയായിട്ടും 5നോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ള ഭാഗ്യ നമ്പറുകൾ തന്നെയാണ്. അത് മാത്രമല്ല, മിക്കവാറും ഈ 2 ഒരേ നമ്പറുകൾ തന്നെ 2ഓ 3ഓ തവണ ആവർത്തിക്കുന്ന ഒരു പ്രത്യേകതയും ഈ ഫെബ്രുവരി മാസം മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2, 2, 2026 5ഉം 2ഉം ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 9, 0, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ഫെബ്രുവരി 1 തീയതി രാവിലെ 5:18 AM മുതൽ രാവിലെ 6:06 AM വരെയാണ് ഫെബ്രുവരി 1 തീയതി ബ്രഹ്മമുഹൂർത്തം. 2 തീയതി 5:17 AM മുതൽ 6:05 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 2 തീയതി ഫെബ്രുവരി 2 തീയതി. അഭിജിത്ത് മുഹൂർത്തം ഫെബ്രുവരി 1, 2 തീയതികളിൽ ഉച്ചയ്ക്ക് 12:17 PM മുതൽ ഉച്ചയ്ക്ക് 1:03 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഫെബ്രുവരി 1, 2 തീയതികളിൽ രാഹുകാലം ഫെബ്രുവരി 1 തീയതി വൈകിട്ട് 4:59 PM മുതൽ വൈകിട്ട് 6:26 PM വരെയാണ് ഫെബ്രുവരി 1 തീയതി രാഹുകാലം. ഫെബ്രുവരി 2 തീയതി രാവിലെ 8:20 AM മുതൽ രാവിലെ 9:47 AM വരെയാണ് രാഹുകാലം. ഫെബ്രുവരി 2 തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് വിജയം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇടവൻ രാശി. ഇനി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് പ്രതികൂലമായിട്ട്
ഗ്രഹങ്ങളൊന്നുമില്ല. അതേസമയം വ്യാഴവും ശനിയും ഉൾപ്പെടെ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർന്ന ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ചെറിയ രീതിയിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അഷ്ടമശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് വിജയമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. തീർത്ഥയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കും അവസരമൊരുങ്ങും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. നിയമപരമായി ഉള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിദോഷമുണ്ട്. അതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചന്ദ്രൻ കർമ്മഭാവത്തിൽ വരുന്നു. സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രൻ കർക്കിടകം രാശിയിൽ വരുന്നത് തുലാം രാശിക്ക് നേട്ടമാണ്. അതുകൂടാതെ ഫെബ്രുവരി 1, 2 തീയതികളിൽ മാത്രമല്ല 3, 4 തീയതികളിലും ചന്ദ്രൻ അനുകൂലമാണ്. അപ്പോൾ ഈ 4 ദിവസം, ഫെബ്രുവരി 1, 2 മാത്രമല്ല 4-ാം തീയതി വരെയും തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഇവർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊരു വിജയസാധ്യത നിലനിൽക്കുന്ന സമയമാണ്. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച.
പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് 1, 2, 3, 4 തീയതികൾ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായ ഒരു ട്വിസ്റ്റ്, മാറ്റം പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പിതൃസ്വത്ത് കിട്ടാനുള്ള സാധ്യത, പൂർവിക സ്വത്ത് കിട്ടാനുള്ള സാധ്യത. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച, മാത്രമല്ല എല്ലാ ദിവസവും ദർശനം നടത്തി തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങളുണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പൊതുവെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് ഒരു വിജയസാധ്യത ഏത് കാര്യത്തിനും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശനി അനുകൂലമാണ്. സർവകാര്യ വിജയം ഉണ്ടാവേണ്ടതാണ്. എങ്കിലും 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് ധനവരവുണ്ടാവും. കുറച്ച് പരിധികൾ അതിനുണ്ടാവുമെങ്കിലും ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും അതിനും പരിധികളുണ്ട്. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ ഇവയുടെ അനുകൂല ഭാവം കൊണ്ട് കുറേയൊക്കെ ഇതിനൊക്കെ ഈ ദോഷാധിക്യത്തിന് ഒരു അയവ് ഉണ്ടാവും. തീഷ്ണത കുറയും. എങ്കിലും ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കുകയും പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ വിജയം, വാഹനലാഭം, തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. അതുപോലെ തന്നെ
ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങുന്ന കാലഘട്ടമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. ജന്മശനി ഇവർക്ക് തുടരുകയാണ്. അപ്പോൾ ഇവർ കഴിവതും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.